അത് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കി, അത് നടന്നില്ല, അത് പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ അതും നടന്നില്ല. അപ്പോഴാണ് മെന്റൽ ഹെൽത്ത് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ട്രീറ്റ്മെന്റ് തന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഒരു ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസസ് വേറെ ആർക്ക് കിട്ടും? 10 പേരോട് ചോദിച്ചാൽ ഈ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അർച്ചന കവിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. സോൾട്ട് ആൻഡ് പെപ്പർ, അതുപോലെ തന്നെ നീലത്താമര, ആ അനുരാഗ വിലോചന, ആ ഒരു സോങ്ങൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ മമ്മി ആൻഡ് മീ, അതിലൊക്കെ ഭയങ്കര നല്ലൊരു റോള് ആയിരുന്നു എന്താ പറയുക അർച്ചന കവിയുടെ. അതുപോലെ തന്നെ എന്താ പറയുക നല്ലൊരു നായിക തന്നെയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു, അതിനുശേഷം പുള്ളിക്കാരി 10 വർഷത്തോളം സിനിമയിലൊന്നും സജീവമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്കാരി ഇടവേള എടുത്തു. അതിനുശേഷമാണ് പിന്നെ മഴവിൽ കേരളത്തിലൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡിപ്രഷൻ, അതുപോലെ ഡിവോഴ്സ്, കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പുള്ളിക്കാരുടെ സുഹൃത്ത് ഗോപിക, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഇതായിരുന്നു. അതിൽ സംസാരിക്കുന്ന ഇവരുടെ സംസാരം കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ അർച്ചന കവിയുടെ തന്നെ സംസാരം കേൾക്കാൻ നല്ലൊരു രസമാണ്. നമുക്കൊരു ഇമ്പ്രസ് തോന്നും പുള്ളിക്കാരൻ്റെ സംസാരം, അതുപോലെ ആ ഒരു ഇതൊക്കെ കേൾക്കാം. അതുപോലെ തന്നെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും പുള്ളിക്കാരി ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അത്രയും നല്ലൊരു അഭിനയമാണ്. ഇപ്പോൾ മമ്മി ആൻഡ് മീലൊക്കെ നോക്കുകയാണെങ്കിൽ ഉർവശിയുടെ കൂടെയുള്ള അഭിനയമൊക്കെ നമുക്ക് ആദ്യം കുറച്ച് ഇഷ്ടക്കേട് തോന്നുമെങ്കിലും പിന്നെ ആ പുള്ളിക്കാരുടെ സാഹചര്യം കൊണ്ട് ഇതാവുന്ന ആ ഒരു ഇതൊക്കെ നമുക്കതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു നായിക തന്നെയാണ് അർച്ചന കവി. പിന്നെ കുറേ ഇടവേളകൾ എടുത്തു. കുറച്ച് 2-3 സിനിമകൾ, വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മഴവിൽ കേരളത്തിൽ കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൽ, മഴവിൽ കേരളത്തിലെ ഇൻ്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. എനിക്ക് ഈ ബോൾഡിന്റെ ടാഗ് കിട്ടുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ബട്ട് ഐ എം ജസ്റ്റ് സേയിങ് കി ദിസ് ഇസ് ലൈഫ്. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഒരു ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസസ് വേറെ ആർക്ക് കിട്ടും? 10 പേരോട് ചോദിച്ചാൽ ഈ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ തിങ്ക് ഐ എം ലക്കി. അല്ല, ആ പുള്ളിക്കാരി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നോക്കി, ഇത്രയും ചിരിച്ചുകൊണ്ടാണ്, ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് കൂടെ ആ ചിരിച്ചുകൊണ്ട് പറയാനുള്ള ആ ഒരു ഇത് അർച്ചനയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് നമ്മുടെ ഇത്രയും അനുഭവിച്ചിട്ട് നമുക്ക് ഒരാളുടെ അടുത്ത് നമുക്ക് പറയുന്ന സമയത്ത് ഒരിക്കലും ചിരിച്ച് പറയാൻ കഴിയില്ല. നമ്മൾ അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പൊട്ടിപ്പോവും, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ. മനസ്സിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ല. നേരത്തെ ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടിപ്പോയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ശരിയായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റിയ ഇൻസിഡൻസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ആദ്യം കരച്ചില വരെ, കരഞ്ഞിട്ടായിരിക്കും ആ കാര്യങ്ങൾ പറയുന്നത്. എന്ത് കാര്യങ്ങളും കേട്ടോ, ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണ്. പക്ഷെ അർച്ചന കവി ആ അവതരിപ്പിക്കുന്ന ആ ഒരു ഇത്രയും അനുഭവിച്ചിട്ടും പറയുന്ന ആ ഒരു രീതി കേൾക്കുമ്പോൾ തന്നെ അർച്ചന കവിയുടെ ഒരു ബഹുമാനവും ഇഷ്ടവും ഒക്കെ കൂടി വരണം. അത്രയും ഇത് പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ ഈ ഡിപ്രഷൻ അടിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ നിസാര കാര്യത്തിനൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു അർച്ചന കവിയുടെ ഈ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ പുള്ളിക്കാരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് തന്നെയാണ്. അല്ലാതെ നമ്മൾ ചെറിയ നിസാര കാര്യത്തിനൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഈ അർച്ചന കവി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നല്ലൊരു പോസിറ്റീവാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്തായാലും ബാക്കിയോടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. How honest should I be? You tell me. This is where you have to step in. So എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു. സ്കൂൾ അല്ല, ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ മാരേജ് ഇസ് ഡിഫറെന്റ്, റൈറ്റ്? ഇപ്പൊ ഞാൻ തന്നെ ഗോപികയുടെ കൂടെ നല്ല കണക്ഷൻ ആണെന്ന് പറഞ്ഞില്ല. നമ്മള് ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇവളെ എടുത്തിട്ട് എറിയായിരിക്കും, അല്ലെങ്കിൽ ഇവളെ തന്നെ എടുത്തിട്ട് എറിയായിരിക്കും. ബിക്കോസ് വെൻ വി സ്റ്റാർട്ട് ലിവിംഗ് അണ്ടർ ദ റൂഫ് ഇസ് വെൻ വി ആക്ച്വലി ഗെറ്റ് ടു നോ എ പേഴ്സൺ. I don't think Abhishek is a bad human being. I don't think I'm a bad human being. It's just that we should have been friends. വേറെ ഒന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. അത്രയും
പുള്ളിക്കാരി പറയുന്നത് എന്ത് ഇമോഷണൽ ആണെങ്കിലും അത് ഫീൽ ചെയ്യാനുള്ളൊരു ബുദ്ധി വേണം, അതില്ലെങ്കിൽ പിന്നെ എന്താണ് കൂളായിട്ട് നടക്കണം എന്നൊക്കെ പറയുന്നത് നല്ലൊരു ഇത് തന്നെയാണ്. പക്ഷേ നിസ്സാര കാര്യത്തിനും അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിച്ച് നടന്നു, അയാൾ നമ്മളെ വിട്ടു പോയി, ഇപ്പോൾ കൂടുതലും സൂയിസൈഡൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ച് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും നിസ്സാരമായിട്ട് നമ്മളെ കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ടായില്ല, അപ്പോഴേക്ക് എന്താണ് അത് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേണമെങ്കിൽ നിന്നെ വേണ്ടാന്ന് പറയുമ്പോഴേക്ക് സൂയിസൈഡ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വാക്കുകൾ പ്രചോദനം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് പുള്ളിക്കാരി പറയുന്ന ഓരോ വാക്കുകളും. ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അതെല്ലാം ചില്ലായിട്ട് അതെല്ലാം കൂളായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഓരോ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഓരോ വാക്കുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, ഒന്ന് കേട്ട് നോക്കൂ. പോയി കൊച്ചെ, ഇനി മോശമല്ലേ അവന്റെ പെണ്ണിരുന്ന് കേൾക്കുന്നില്ല ഇത്, അവളെങ്കിലും കുറിച്ച് ചോദിക്കാം, അവൻ ഇനിയും കേട്ടാൻ പറ്റില്ല. ഒരുപാട് ഇതിനെപ്പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ലൈക്ക് എന്താണ് അസുഖം കാരണം അങ്ങനെ ഒന്നുമല്ല. അല്ല ചേച്ചി, അതിനെ കുറിച്ചൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യും അതിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്? ഞാൻ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും. എന്തോ ഞാൻ പറഞ്ഞായിരുന്നു, ബിക്കോസ് എനിക്ക് ഞാൻ അത് പറഞ്ഞു, ബിക്കോസ് അനാവശ്യമായിട്ട് വേറെ ഒരു വ്യക്തിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്റെ പേഴ്സണൽ സ്പേസ് ആണ് എന്താ റീസൺ, ഞാൻ അത് ഒരിക്കലും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. രണ്ടുപേര് എന്തോ കാരണം കൊണ്ട് വർക്കായില്ല, അത് സെപ്പറേറ്റ് ആയി. ആൻഡ് ഐ തിങ്ക് ഐ ഹാഡ് ദ most decent, most graceful divorce. Marriage maybe not. I had the best wedding, I had the best divorce. So I take it as a pride, because there was നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയൊന്നും പറയാൻ പോയിട്ടില്ല, പബ്ലിക്ലി ഒന്നും ഇൻസൾട്ട് ഒന്നും ചെയ്തിട്ടില്ല. We just went separate ways. He is happily married now, so let's congratulate him on today. Avisha, I hope you have a wonderful marriage, and yeah, that's it. We have only one life. ഓരോ സെലിബ്രിറ്റീസിൻ്റെയും ഡിവോഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞതായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അർച്ചന കവി എന്താ പറയുക, പുള്ളിക്കാരൻ്റെ മനസ്സിലുള്ള വിഷമമാണോ അങ്ങനെ പൊട്ടിത്തെറിച്ച് ഇതായിട്ട് പുറത്ത് വരുന്നത്, അതോ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് വിഷമം മറയ്ക്കാൻ വേണ്ടിയിട്ട്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കരഞ്ഞ് പുറത്ത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇതാക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയാണോ അർച്ചന കവിയുടെ എന്നും നമുക്ക് അറിയില്ല. ഡിപ്രഷൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിപ്രഷനിലൂടെ പുള്ളിക്കാർ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും. അപ്പോഴും എന്താ പറയുക, ചിലപ്പോൾ ഉള്ളിലുള്ള വിഷമങ്ങൾ മറയ്ക്കാനായിരിക്കാം ഇങ്ങനെ പുറത്ത് പറയുന്നതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കട്ടെ, പോസിറ്റീവായിട്ട് ഇങ്ങനെ ഇതായിട്ടാണ് പറയുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഓരോ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഓരോ കാര്യം തന്നെയാണ്. എന്തായാലും എനിക്ക് കണ്ടത്രത്തോളം അങ്ങനെയാണ്. നമ്മുടെ വിഷമങ്ങൾ എന്തിനും മറ്റുള്ളവരെ അറിയിക്കണം. നമ്മൾക്ക് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിലിരിക്കുക. നമ്മളത് പുറത്ത് പറയുന്ന സമയത്ത് അത് പുറത്തുള്ളവർ വേറെ പല രീതികളിലായിരിക്കും അത് കേൾക്കുന്നത്. എന്തായാലും പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം, കേട്ട് നോക്കൂ. അല്ല, അയ്യോ, എന്താ ചോദിച്ചത്? അല്ല, നീ കുറച്ച് ഓഫ് ആവുന്നുണ്ട്. ബട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഓവർകം ചെയ്തത്? കാരണം ചേച്ചി പറഞ്ഞായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ അർച്ചന പറഞ്ഞതുപോലെ തന്നെ പ്രണയിച്ച് നടന്നവർ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാറുണ്ട്, എന്തിനാണോ ഈ കല്യാണം കഴിച്ചത്, പ്രണയിച്ച് തന്നെ നടന്നാൽ മതിയായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. ആ പ്രണയ കാലഘട്ടമായിരിക്കും നല്ലത്. കല്യാണം കഴിഞ്ഞ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അർച്ചന കവി പറയുന്നത് മാരേജ് ഈസ് ഡിഫിക്കൾട്ട്. ശരിയാണ്, സത്യമാണ്, ഡിഫിക്കൾട്ട് തന്നെയാണ്. അത് നമ്മൾ രണ്ട് വ്യക്തികളൊന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ഇതാക്കി വരിക. പിന്നെ അറിഞ്ഞാലും അതിൽ നമ്മൾ പ്രണയിക്കുന്ന ആ ഒരു കാലഘട്ടം ആയിരിക്കില്ല പിന്നെ മാരേജ് കഴിയുമ്പോഴുള്ളത്. ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. പിന്നെ എന്താ പറയുക, 100-ലൊരു കുറച്ച് ശതമാനമൊക്കെ ഉള്ളൂ നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ആരോട് വിവാഹം കഴിച്ച ആരോട് വേണം ചോദിച്ചാലും എല്ലാവരും പറയുന്നത് കല്യാണം കഴിക്കേ ചെയ്യരുത് എന്നാണ്. നമ്മൾ നടന്ന ആ ഒരു ഇതേ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, നമുക്കത് താങ്ങാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ആരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിലും പ്രണയിക്കാതെ കല്യാണം കഴിച്ചവരാണെങ്കിലും എല്ലാവരും പറയുന്നത് മാരേജ് ഈസ് ഡിഫിക്കൾട്ട്. അല്ലാതെ അതിൽ നല്ലതാണെന്ന് പറയുന്നത് ചുരുക്കം ചിലർ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് അതിൽ വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യണം, കല്യാണം കഴിഞ്ഞവരിന് കഴിയാത്തവരിൻ്റെ ഇത്. പക്ഷെ ഞാൻ കുറേയൊക്കെ ആളുകൾ സംസാരിച്ച് ഇതിൽ 10-30-35 വയസ്സായിട്ട് കല്യാണം കഴിക്കാത്തവരുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, എന്താ കല്യാണം കഴിക്കാത്തതെന്ന്
ചോദിക്കുമ്പോൾ എന്തിനാ കല്യാണം കഴിക്കുന്നത്, ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലത്, സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാമല്ലോ, നമുക്ക് സമാധാനം ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ ശരിയാണ്, നമ്മൾ കല്യാണം കഴിഞ്ഞ് പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും, പല ഇതിലൂടെ പോകേണ്ടി വരും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ നമ്മളത് ഡിപ്രഷനിലോട്ട് പോകും, നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. നമ്മൾ അതുമായിട്ട് അങ്ങനെ പോയാൽ മതി. സമൂഹത്തിൽ ആളുകൾ ചോദിക്കും എന്താ കല്യാണം കഴിക്കാതെ, പക്ഷേ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതാണ്. മാരേജ് ഇസ് ഡിഫിക്കൽട്ട്, അതിന് യാതൊരു ഇതുമില്ല. അപ്പോൾ അർച്ചന കാവ്യ പറഞ്ഞ ഈ കാര്യങ്ങളിലോട് ഞാൻ യോജിക്കുന്നു. അപ്പോൾ എന്തായാലും ഡിപ്രഷനും കാര്യങ്ങളിലൂടെയൊക്കെയാണ് പുള്ളിക്കാരി കടന്നു പോയത്, ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ എന്തായാലും ഇനി പുതിയ ടൊവിനോയുടെ കൂടെ പുതിയ സിനിമയിലൊക്കെ പുള്ളിക്കാരി അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ഇനി നല്ല എല്ലാവിധ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ചിന്തിക്കുക, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, അത് നമ്മൾ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിനു കളയണം, നമ്മൾ നമ്മളായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് എന്തായാലും ഇപ്പോൾ ചെറിയ വിഷമങ്ങളുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിനേക്കാളും വലുത് തരാനായിരിക്കും നമ്മൾ ഈ ഒരു വിഷമങ്ങളിലൂടെ പോകുന്നത്. അപ്പോൾ നല്ലതായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. എനിക്ക് അർച്ചന കാവ്യയുടെ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.